നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഒരു നല്ല ദിവസം തന്നെ ആദ്യം ആശംസിക്കുന്നു. ഇന്ന് ഒരുപാട് വാർത്തകൾ ഉള്ള ഒരു ദിവസമാണ്. കാരണം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കുമരകത്തുണ്ട്. മുല്ലപ്പെരിയാർ വിഷയവുമായൊക്കെ ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ചില ചർച്ചകൾ ഇന്നലെയും ചില ആശയവിനിമയങ്ങൾ നടന്നു എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകും. മറ്റൊന്ന്, കേരളത്തെ ഞെട്ടിച്ച തേക്കടി ബോട്ട് ദുരന്തം. നമുക്കറിയാം, അത് 38 ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു ദുരന്തം കൂടിയാണ്. അതിൻ്റെ വിചാരണാ നടപടികൾ ആരംഭിക്കുകയാണ്. ദുരന്തം നടന്ന് 14 വർഷത്തിന് ശേഷമാണ് ഈ നടപടികൾ ആരംഭിക്കുന്നത് എന്നുള്ളതും പ്രധാനമാണ്. നഷ്ടപരിഹാരമടക്കമുള്ള കാര്യങ്ങളിൽ കോടതി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കും. ഒപ്പം മഴയുടെ ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. മഴ സംസ്ഥാനത്ത് കനക്കും എന്ന ചില മുന്നറിയിപ്പുകൾ കൂടി ചില മേഖലകളിൽ നിന്ന് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ കേന്ദ്രം തരുന്നുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്ക് ആദ്യം തലക്കെട്ടുകളിലേക്ക് പോകാം. മുഖ്യമന്ത്രി പിണറായി വിജയനും എം കെ സ്റ്റാലിനും രാവിലെ കൂടിക്കാഴ്ച നടത്തും. ഇരുവരും കുമരകത്ത് പ്രഭാത ഭക്ഷണ സമയത്ത് ചർച്ച നടത്തും. മുല്ലപ്പെരിയാർ വിഷയമായേക്കും. വയനാട് പുനരധിവാസത്തിനായി സംസ്ഥാനം ചിലവഴിക്കുന്നത് എത്ര രൂപയെന്നറിയാം. സ്വമേധയാ എടുത്ത കേസ് ഇന്ന് ഹൈക്കോടതി. മഴ കനത്തേക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. തേക്കടി ബോട്ട് ദുരന്ത കേസിൽ വിചാരണയ്ക്ക് ഇന്ന് തുടക്കം. കേസ് കോടതിയിലെത്തുന്നത് 15 വർഷത്തിന് ശേഷം. 2009 അപകടത്തിൽ മരിച്ചത് 45 പേർ. വിചാരണ തൊടുപുഴ കോടതിയിൽ. വഞ്ചിയൂരിൽ വഴിതടഞ്ഞ CPM സമ്മേളനം ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ. പോലീസ് നടപടികൾ വിശദീകരിക്കാൻ വഞ്ചിയൂർ CI നേരിട്ട് ഹാജരാകും. കേസിൽ ഏരിയ സെക്രട്ടറി പി ബാബു അടക്കം 31 പേർ പ്രതിപട്ടികയിൽ. CPM കൊല്ലം ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. പുതിയ സെക്രട്ടറി വേണമെന്ന ആവശ്യത്തിൽ സംസ്ഥാന നേതാക്കളടക്കം ഒരു വിഭാഗം. സോമപ്രസാദിന്റെയും ജയമോഹന്റെയും പേരുകൾ പരിഗണനയിൽ. പി വസന്തൻ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായേക്കില്ല. മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ പ്രതിസന്ധിക്ക് ഇനിയും പരിഹാരമായില്ല. ഒരാഴ്ചയായിട്ടും മന്ത്രിസഭാ വികസനവും വകുപ്പ് വിഭജനവും എങ്ങും എത്തിയില്ല. വകുപ്പില്ലാതെ ഉപമുഖ്യമന്ത്രിമാരായ ഷിൻഡെയും അജിത് പവാറും. അതൊക്കെയാണ് പ്രധാന തലക്കെട്ടുകൾ. നമുക്കിനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനം, ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും കുമരകത്തുണ്ട് എന്നുള്ളതാണ്. അവിടെ ഇന്നലെ മുതൽ വലിയ കനത്ത സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. കുമരകത്തൊക്കെ ടൂറിസ്റ്റുകൾക്ക് നിയന്ത്രണമുണ്ട്. നമുക്കറിയാം, ഇന്നലെയൊക്കെ അവിടെ ചെന്നവർക്ക് മനസ്സിലാകും, വലിയ പോലീസിൻ്റെയൊക്കെ സാന്നിധ്യം അവിടെയുണ്ട്. കാരണം അത്രത്തോളം സുരക്ഷിതത്വമുള്ള 2 പേരാണ് അവിടെ താമസിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും. ഇവരുടെ കൂടിക്കാഴ്ച ഒരുപക്ഷേ ഇന്ന് ഉണ്ടായേക്കും എന്നുള്ളതാണ്. വൈക്കം സത്യാഗ്രഹ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് ഇരു മുഖ്യമന്ത്രിമാരും ഇന്ന് പങ്കെടുക്കുക. മുല്ലപ്പെരിയാറിൽ അറ്റകുറ്റപ്പണിക്ക് തമിഴ്നാടിന് കേരളം അനുമതി നൽകിയിരുന്നു. അറ്റകുറ്റപ്പണി കേരളം തടഞ്ഞത് വൈക്കം സന്ദർശനവേളയിൽ ഉന്നയിക്കുമെന്ന് തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈമുരുകൻ ചൊവ്വാഴ്ച തമിഴ്നാട് നിയമസഭയെ അറിയിച്ചിരുന്നു. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഇന്ന് ഇപ്പോൾ പ്രഭാത ഭക്ഷണ സമയത്താണ് ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഇന്നലെ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിഷേധിച്ചിരുന്നു. ഇന്ന് സംസാരിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ എന്തൊക്കെ വിഷയങ്ങൾ കടന്നു വരും? രഞ്ജിത്ത്, ഇന്നലെ രാത്രി ഏകദേശം 9 മണിയോടുകൂടിയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ താമസിച്ച ലേക്ക് റിസോർട്ടിലേക്ക് എത്തിയത്. ഇന്നലെ രാവിലെയോടുകൂടിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിൽ എത്തിയത്. അതിനുശേഷം അദ്ദേഹം വളരെ ക്ഷീണിതനായതുകൊണ്ട് രാത്രി മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച വേണ്ട എന്ന് പറയുകയായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണം ഇരുവരും ഒന്നിച്ചായിരിക്കും കഴിക്കുക. അപ്പോൾ മറ്റു വിഷയങ്ങൾ ചർച്ചയാക്കാം എന്നാണ് തീരുമാനം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് 2 മുഖ്യമന്ത്രിമാരുടെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് പ്രഭാത ഭക്ഷണ വേളയിൽ തന്നെ എം കെ സ്റ്റാലിൻ നമ്മുടെ മുല്ലപ്പെരിയാറിൽ അറ്റകുറ്റപ്പണികൾക്കായി തമിഴ്നാട്ടിൽ നിന്ന് വന്ന PWD ഓഫീസർമാരെ തടഞ്ഞ സംഭവത്തിൽ അത് മുഖ്യമന്ത്രിയോട് ഉന്നയിക്കും. അതിലൊരു ആശങ്ക
പങ്കുവെക്കും എന്ന് കൂടി അറിയിച്ചിരുന്നു. എന്തായാലും ഈ ആശങ്ക പങ്കുവെക്കുന്നതിന് മുൻപ് തന്നെ ഈ അറ്റകുറ്റപ്പണികൾക്ക് അനുമതി സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അന്ന് മണലുമായി, അതായത് ഡിസംബർ 5-ന് മണലും മറ്റ് സാമഗ്രികളുമായി തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥരെ വനപാലകരായിരുന്നു തടഞ്ഞിരുന്നത്. അത് വനപാലക തടഞ്ഞതിന്റെ കാരണം അത് നിയമങ്ങൾ പാലിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ സുരക്ഷാ പരിശോധന നടത്തിയതിനു ശേഷം മാത്രം മതി ഈ അറ്റകുറ്റപ്പണി എന്ന് കേരളം നേരത്തെ നിലപാടെടുത്തിരുന്നു. ഈ അറ്റകുറ്റപ്പണിക്കായി ഇവർ വരുന്ന കാര്യം പോലും തമിഴ്നാട് മുൻകൂട്ടി കേരള സർക്കാരിനെ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് തടഞ്ഞത്. എന്തായാലും ഈ ചില നിബന്ധനകളോടുകൂടി തന്നെ ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കേരള സർക്കാർ നൽകി എന്നാണ് നമുക്ക് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്റ്റാലിൻ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി മറുപടി പറയുക അത്തരത്തിലൊരു അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ഒരു അനുമതി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയായിരിക്കും പറയുക. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നമ്മൾ ഏവരും ഉറ്റുനോക്കിയത് ആ വിഷയം തന്നെയാണ്. മറ്റ് വിഷയങ്ങളെയും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സുരക്ഷാ പരിശോധനയോ മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ കേരളത്തിനുള്ള ആശങ്കകളൊന്നും തന്നെ ചർച്ചയാകില്ല എന്നുകൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇന്ന് മുഖ്യമന്ത്രിയും സ്റ്റാലിനും തമ്മിലുള്ള ഒരു സൗഹൃദ സംഭാഷണം മാത്രമായിരിക്കും. നമുക്കറിയാം ഇവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം അത് എത്രമാത്രമാണെന്ന്. ആ രീതിയിലുള്ള ഒരു സൗഹൃദമായിട്ടുള്ള കൂടിക്കാഴ്ച മാത്രമായിരിക്കും ഇന്ന് രാവിലെ നടക്കുക. മറ്റ് മന്ത്രിമാരോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, മറ്റ് വിഷയങ്ങളൊന്നും ചർച്ചയാകില്ല എന്നുകൂടിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മറ്റ് നമുക്കറിയാം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശതാബ്ദി ആഘോഷം നടക്കുന്നുണ്ട്. അതിൽ പെരിയോർ പങ്കെടുത്തത് ഒക്കെ തമിഴ്നാട്ടിൽ വലിയ ആഘോഷമാണ്. അവർക്കൊരു പ്രധാനപ്പെട്ട ദിനമാണത്. അത് ആ ചടങ്ങിൽ പങ്കെടുക്കാനാണല്ലോ സ്റ്റാലിൻ എത്തിയിരിക്കുന്നത്. അതിന്റെ സമയക്രമം എങ്ങനെയാണ്? നമ്മുടെ മുഖ്യമന്ത്രിയും അതിൽ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം ഇന്ന് തന്നെ സ്റ്റാലിൻ മടങ്ങുമോ? ഒപ്പം കുമരകത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണല്ലോ അല്ലേ? രഞ്ജിത്ത്, രാവിലെ 10 മണിക്കാണ് ഈ 2 പരിപാടികൾ ആരംഭിക്കുക. ആദ്യം തന്തൈ പെരിയാറിന്റെ പ്രതിമ അനാച്ഛാദനമായിരിക്കും. അത് ഈ 2 മുഖ്യമന്ത്രിമാരും കൂടി ചേർന്നായിരിക്കും നടത്തുക. അതിനുശേഷം അവിടെ തന്നെ വലിയ ലൈബ്രറി, ഒപ്പം തന്നെ ഈ വലിയ തിയേറ്റർ സ്ക്രീനിംഗ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സന്ദർശന ലൈബ്രറി, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്ക്, ഇതെല്ലാം തന്നെ ഈ പ്രതിമയോടനുബന്ധിച്ച് തന്നെ അതും ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷമാണ് ഈ ബീച്ച് മൈതാനിയിൽ ഇരുവരും എത്തുക. അവിടെയാണ് വൈക്കം സത്യാഗ്രഹ സമാപന പൊതുസമ്മേളനം നടക്കുക. ഏകദേശം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമായി ഏകദേശം 5000-ലധികം പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ചില മുഖ്യമന്ത്രിമാരും ഇവിടെ മുഖ്യമന്ത്രിക്കൊപ്പം എത്തിയിട്ടുണ്ട്. ഒപ്പം MK സ്റ്റാലിന്റെ ഭാര്യയും ഇന്നലെ തന്നെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. കനത്ത സുരക്ഷ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചടങ്ങ് പൂർണ്ണമായും തമിഴ്നാട് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതും സംഘടിപ്പിക്കുന്നതും. അവിടെ മുഖ്യമന്ത്രിയായിരിക്കും, കേരള മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും അധ്യക്ഷത വഹിക്കുക. ഇരു മുഖ്യമന്ത്രിമാരും അവിടെ പ്രസംഗിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് വലിയ സുരക്ഷ. ഇന്നലെ തന്നെ ഈ റിസോർട്ടിന് മുന്നിൽ തന്നെ ഏകദേശം 200-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. കോട്ടയത്തും കനത്ത സുരക്ഷ തന്നെയാണ്. 500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാധ്യമങ്ങൾക്ക് പോലും പ്രവേശനം വളരെ കർശന ഉപാധികളോട് കൂടിയാണ് പ്രവേശനം. അത്രയേറെ സുരക്ഷയോടുകൂടി തന്നെയാണ് ഇന്ന് നടക്കുന്ന ഈ പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് വലിയ ഗതാഗത നിയന്ത്രണവും കോട്ടയത്തെ വിവിധ ഇടങ്ങളിലായി നിലനിൽക്കുന്നുമുണ്ട്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും MK സ്റ്റാലിനും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് കുമരകത്താണ്. ചില കൂടിക്കാഴ്ചകൾ സംഭവിച്ചേക്കാം. പ്രഭാത ഭക്ഷണവേളയിലാണ് ഇത്തരം കൂടിക്കാഴ്ചകൾക്ക്, ചർച്ചകൾക്കുള്ള സാധ്യത എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊരു പ്രധാന വാർത്ത, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ്. SFIO അന്വേഷണം ചോദ്യം ചെയ്ത് CMR നൽകിയ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ കോടതി ഹർജി പരിഗണിച്ചുവെങ്കിലും SFIO ആവശ്യപ്രകാരം ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, SFIO അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന നമുക്കറിയാം ഷോൺ ജോർജിന്റെ ഹർജിയുടെ പുറത്താണ്. സമയക്രമമൊക്കെ ഉണ്ടായിരുന്നു റിപ്പോർട്ട് സമർപ്പിക്കാനും മറ്റും. എന്താണ് കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ന് ഈ വിഷയം പരിഗണിക്കുമ്പോൾ പ്രധാനമായും കാണുക? ഒപ്പം പിണറായി വിജയനും മകൾക്കും എത്രത്തോളം പ്രാധാന്യമുള്ള ദിവസം കൂടിയാണിന്ന്? രഞ്ജിത്തെ, ഡൽഹി ഹൈക്കോടതിയുടെ മുന്നിൽ വരുന്നത് SFIയുടെ അന്വേഷണം ചട്ടവിരുദ്ധമാണ് എന്നുള്ള CMRLന്റെ വാദമാണ്. CMRL പ്രധാനമായും ഉന്നയിക്കുന്നത് ഇത് SFIയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന വിഷയമല്ല, നേരത്തെ ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ വിഷയമാണ്. ഇങ്ങനെ തീർപ്പാക്കിയ ഒരു വിഷയത്തിൽ പിന്നീട് മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം, ഒരു ഏജൻസി പരിശോധിക്കുകയും ആ പരിശോധനയ്ക്ക് ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണത്തിന് വിഷയം വരുന്നില്ല. അത് സീരിയസ് ഫ്രോഡിന്റെ പരിധിയിലും ഇത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ SFIയുടെ അന്വേഷണം ഈ വിഷയത്തിൽ
വിഷയത്തിൽ വേണ്ട എന്നുള്ള നിലപാടാണ് CMRL സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി ഈ അന്വേഷണം തുടരാം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ അന്വേഷണം തുടരുന്നത് ചട്ടവിരുദ്ധമാണ്. SFIയുടെ അന്വേഷണത്തിന് ഒരു നിശ്ചിത മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചിരുന്നു. അപ്പോൾ SFIയുടെ ആവശ്യപ്രകാരമാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഇത് കേരളത്തെ സംബന്ധിച്ച് നിർണായകമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് CMRL മാസപ്പടി നൽകിയതുമായി ബന്ധപ്പെട്ട കേസാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയമായി ഇതിന് പ്രാധാന്യം കൈവരുന്നത്. തീർച്ചയായും SFIO കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ ഇന്നുണ്ടാകും. രാഷ്ട്രീയമായും ഏറെ പ്രാധാന്യമുള്ള ഒരു കേസാണത്. പ്രധാനപ്പെട്ടതായും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും മകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു അന്വേഷണം ഇപ്പോൾ SFIയുടെ അന്വേഷണം ഒരു സമയപരിധിയൊക്കെ ഉണ്ടായിരുന്നല്ലോ കിരൺ, അതിപ്പോൾ ഏത് ഘട്ടത്തിലാണ്, ഏതൊക്കെ തലത്തിലാണ് പുരോഗമിക്കുന്നത്? ചോദ്യം ചെയ്യൽ വീണ വിജയനടക്കം ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. ഇനിയും ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്തെ, ഈ വിഷയത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. SFIയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. SFIക്ക് നിശ്ചിത കാലപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നുള്ള കോടതി നിർദ്ദേശമൊക്കെ ഉണ്ടെങ്കിലും ആ വേഗതയിൽ അന്വേഷണം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ CMRL ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ഇത് അന്വേഷിക്കാൻ SFIയുടെ അന്വേഷണ പരിധിയിലേക്ക് വരുന്ന വിഷയമല്ല, ഇത് ആദായനികുതിയുടെ ഇൻട്രിയം സെറ്റിൽ ബോർഡ് ഈ വിഷയം പരിശോധിക്കുകയും ഈ വലിയ തെറ്റ് കണ്ടെത്തി അതിന് അധിക തുക അടയ്ക്കേണ്ടത് സംബന്ധിച്ച ഉത്തരവിടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു വിഷയമാണ് ഇത്. അധികമായി പിഴ അടയ്ക്കേണ്ട വിഷയമാണ്. അതിന് ഏതെങ്കിലും സീരിയസ് ഫ്രോഡുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇത് SFIയുടെ അന്വേഷണ പരിധിയിൽ വരില്ല എന്നുള്ള വാദമാണ് CMRL പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിലും ഈ വിഷയം ചൂണ്ടിക്കാട്ടി തന്നെയാണ് അവർ ഹർജി നൽകിയിരിക്കുന്നത്. ആ ഹർജിയിലാണ് കഴിഞ്ഞ ദിവസം SFIO തങ്ങൾക്ക് മറുപടി നൽകാൻ കൂടുതൽ സമയം വേണം എന്നതുകൂടി കണക്കിലെടുത്താണ് അവർ സമയം മാറ്റി ചോദിച്ചത്. അതിൻ്റെ ആ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ സമയം മാറ്റി നൽകിയിരിക്കുന്നത്. ഇന്നാവും സ്വാഭാവികമായും SFIയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അന്വേഷണം ഏറ്റെടുത്തതെന്ന് സംബന്ധിച്ച് കോടതിയെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഇനി അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഈ കേസ് മറ്റൊരു തരത്തിലേക്ക് കൂടി മാറാൻ സാധ്യതയുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കേസിൽ CMRL മാസപ്പടി തുക നൽകി എന്ന് പറയുന്ന കമ്പനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജി എന്ന് പറയുന്ന കമ്പനിയാണ്. അതുകൊണ്ടാണ് ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത്. അതല്ല, മറിച്ചാണ് തീരുമാനം ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായും വലിയൊരു ആശ്വാസമാണ്, രാഷ്ട്രീയമായും വലിയൊരു ആശ്വാസമാണ്. ഇത്തരമൊരു അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നില്ല. അത് നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസ് മാത്രമായി ആ മാസപ്പടി കേസ് മാറുകയും ചെയ്യും. തീർച്ചയായും അങ്ങനെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു അന്വേഷണം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് കോടതിയുടെ നിലപാട് എന്താണ്, കോടതി ഏതൊക്കെ തരത്തിൽ ഇതിനെ പരിഗണിക്കും എന്നുള്ളതും കൂടി കാത്തിരുന്ന് കാണേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. വയനാട് പുനരധിവാസവുമായി SDR ഫണ്ടിൽ നിന്ന് സർക്കാർ എത്ര പണം ചിലവഴിക്കുമെന്ന് ഇന്നറിയാം. ചിലവഴിക്കാൻ കഴിയുന്ന പണത്തിന്റെ കണക്കുകൾ സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ഫിനാൻഷ്യൽ ഓഫീസർ നേരിട്ട് ഹാജരായിട്ടും SDRF ഫണ്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല. SDRFിൽ എത്ര പണമുണ്ടെന്ന ചോദ്യത്തിന് 677 കോടിയെന്നായിരുന്നു മറുപടി. 2 തവണയായി കേന്ദ്രം 291 കോടി രൂപ നൽകിയെന്നും അറിയിച്ചു. ഇതിൽ 97 കോടി സംസ്ഥാനത്തിന്റെ വിഹിതവും ചേർത്തുള്ളതാണ്. ഈ തുകയിൽ 95 കോടി വയനാട് ഉൾപ്പെടെയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചെന്നും 677 കോടി രൂപയാണ് ഇനി അവശേഷിക്കുന്നതെന്നുമാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. വയനാടിന്റെ പുനരധിവാസത്തിനായി SDRFിലെ തുകയിൽ എത്ര ചെലവഴിക്കുമെന്ന കോടതിയുടെ ചോദ്യത്തിന് മറുപടി പറയാനായില്ല. കണക്കുകൾ കൃത്യമായി നൽകിയില്ലെങ്കിൽ കേന്ദ്രം എങ്ങനെ സംസ്ഥാനത്തിന് പണം നൽകുമെന്ന് ചോദിച്ച ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാരിനെ രൂക്ഷഭാഷയിൽ വിമർശിച്ചു. വയനാട് പുനരധിവാസം വൈകുന്നത് കേന്ദ്രത്തിന്റെ നിസ്സഹകരണം മൂലമാണെന്നും കേരളത്തോട് വിവേചനപരമായ നിലപാടാണ് കേന്ദ്രം കാട്ടുന്നതെന്നും പറഞ്ഞ സംസ്ഥാന സർക്കാരിന് കോടതിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിയാതിരുന്നത് തിരിച്ചടിയായി. വയനാട് പുനരധിവാസത്തിൽ ഹൈക്കോടതി വിമർശനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വീഴ്ച വ്യക്തമാക്കുന്നതാണെന്ന് പ്രതിപക്ഷം നിലപാടെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്ത് വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ കോടതിയിൽ എന്തു പറയുന്നു എന്നത് നിർണായകമാണ്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് 100 വീടുകൾ വെച്ച് നൽകുമെന്ന വാഗ്ദാനത്തിൽ കേരള സർക്കാർ ആശയവിനിമയം നടത്തിയില്ലെന്ന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പരാമർശവും സ്വന്തം നിലയിൽ പുനരധിവാസം നടത്തുമെന്ന മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപനവും സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാർ കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് രാഷ്ട്രീയമായും ഏറെ പ്രധാനപ്പെട്ടതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, നമുക്കറിയാം സംസ്ഥാന സർക്കാർ അതിരൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസം കോടതിയിൽ ഏറ്റുവാങ്ങിയിരുന്നു. കാരണം കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് എങ്ങനെ ചിലവഴിച്ചു എന്നത് വ്യക്തമാക്കണമെന്ന് പറഞ്ഞപ്പോൾ സർക്കാരിന് മറുപടി ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നു, സമയം നൽകുന്നു, ഇന്ന് മറുപടി നൽകേണ്ടി വരും. എന്താണ് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ന്? രഞ്ജിത്ത്, കഴിഞ്ഞ സിറ്റിംഗിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ചോദ്യം, ഇങ്ങനെ രൂക്ഷമായ വിമർശനം കോടതി ഉന്നയിച്ചത്. സംസ്ഥാന ഫണ്ടിൽ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ കയ്യിലുള്ള ഫണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, എത്ര രൂപ ബാക്കിയുണ്ടെന്നുള്ള കൃത്യമായ കണക്കുകൾ നൽകാത്തത് എന്താണ്? അതോ ബാക്കിയൊന്നും ഇരിപ്പില്ലേ? ബാക്കി കൃത്യമായ ഒരു തുക ഇല്ലാത്തത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ചെലവഴിക്കാൻ തുക ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ സംസ്ഥാനം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നതെന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ സിറ്റിംഗിൽ ഈ ഹർജി പരിഗണിക്കവേ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ്, അതായത് സ്റ്റേറ്റിന്റെ ഫിനാൻഷ്യൽ ഓഫീസർ നേരിട്ട് ഹാജരായിട്ടും SDRF-ൽ എത്ര രൂപ ബാക്കിയുണ്ട് എന്നുള്ള ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിന് കൃത്യമായ മറുപടി നൽകാനായില്ല എന്നത് കോടതിയെ ചൊടിപ്പിച്ചിരുന്നു. അത് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കോടതി വിമർശിച്ചിരുന്നത്. 677 കോടി രൂപ ഉണ്ട് എന്ന് സംസ്ഥാനം പറയുമ്പോഴും അതിൽ 2 തവണയായി കേന്ദ്രം നൽകിയിരിക്കുന്ന 291 കോടി രൂപ 2 തവണയായിട്ട് നൽകിയിട്ടുണ്ട്. ഇത് 97 കോടി സംസ്ഥാനത്തിന്റെ വിഹിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 291 രൂപ 2 തവണ നൽകിയതിന് സംസ്ഥാനത്തിന്റെ ന്യായീകരണം അത് വയനാടിന് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാനാകില്ല. അതായത് കേരളത്തിലെ മുഴുവൻ ദുരന്ത നിവാരണ ഫണ്ടാണ്. അതായത് കേരളത്തിൽ എവിടെയും ദുരന്തം സംഭവിക്കുമ്പോൾ അതിന് മൊത്തത്തിൽ ഉപയോഗിക്കാനുള്ള ഫണ്ടാണ്. അത് മുഴുവൻ തുകയും വയനാടിന് വേണ്ടി ചെലവഴിക്കാനാകില്ല എന്നത്. പക്ഷെ കോടതി ചോദിച്ചൊരു സാഹചര്യം, നിലവിൽ 4 മാസമായി വയനാട് ദുരന്തമുണ്ടായിട്ടും വയനാട്ടിലാണ് ഇപ്പോൾ കേരളത്തിൽ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് സംസ്ഥാനത്തിന് ഫണ്ട് ചെലവഴിക്കുന്നില്ല? കേന്ദ്ര വിഹിതം നോക്കിയിരിക്കുന്നത് എന്തിനാണ്? ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ നേരത്തെ കേന്ദ്ര സർക്കാരിനും ഇത്തരത്തിൽ വിമർശനം ഉണ്ടായിരുന്നു. കാരണം 4 മാസമായി എന്താണ് ചെയ്തത്, പുനരധിവാസത്തിന് വേണ്ടി കേന്ദ്രം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ അറ്റോർണി ജനറൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വ്യക്തത നൽകിയതിനു ശേഷമാണ് കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം സംസ്ഥാനത്തിന് നേരെ ഉന്നയിച്ചത്. ഈ 95 കോടി രൂപയാണ് വയനാട് ഉൾപ്പെടെയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചെന്നും ഇനി 677 കോടി രൂപയാണ് കയ്യിൽ അവശേഷിക്കുന്നതെന്നുമാണ് സർക്കാർ കോടതി അറിയിച്ചിട്ടുള്ളത്. അതാണ് എന്തായാലും സംസ്ഥാന സർക്കാർ അതിന്റെ കൃത്യമായ കണക്ക് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നതിൽ സംശയമില്ല. നമുക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം പൊതുവഴി തടഞ്ഞ് തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ സ്റ്റേജ് കെട്ടി ഏരിയ സമ്മേളനം നടത്തിയ CPM-ന്റെ നടപടി നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടത്തിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ കോടതി ഇടപെടുന്നു. കോടതി ഇടപെടുമ്പോൾ 31 പേരെ പ്രതികളാക്കി, ഒന്നാം പ്രതി CPM-ന്റെ ഏരിയ സെക്രട്ടറി അടക്കം 31 പേരെ പ്രതികളാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുകയാണ് പോലീസ്. അതിൽ ഒന്നാം പ്രതി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CPM-ന്റെ പാളയം ഏരിയ സെക്രട്ടറിയാണ്. ഈ കേസ് ഇന്ന് മനസ്സിലാക്കേണ്ടത്, ആ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും എന്നുള്ളതാണ്. CPM-നെതിരെ കോടതി ഇലക്ഷൻ നടപടി സ്വീകരിക്കേണ്ടി വരും എന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. വഞ്ചിയൂർ SHO 2 മണിക്ക് കേസിന്റെ രേഖകളുമായി ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകും. കൊച്ചി മരട് സ്വദേശി N പ്രകാശ് നൽകിയ ഹർജിയിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒന്നാം എതിർകക്ഷിയായി ഉള്ളത്. ആജ്ഞ, ഈ വിഷയത്തിലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം കടുത്ത ഭാഷയിലാണ് കോടതി വിമർശിച്ചത്. കൂടുതൽ വിമർശനമുണ്ടാകാം, നടപടി ഉണ്ടാകാം, ചില ഉത്തരവുകളും ഉണ്ടാകാം, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള നീക്കമാണ് CPM-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പൊതുവഴി അടച്ച് ഏരിയ സമ്മേളനം, CPM സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത്. മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ടുള്ള വൈദ്യുതി എവിടെ നിന്നുമാണ് ഇവർക്ക് ലഭിച്ചതെന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മരട് സ്വദേശി N പ്രകാശ് നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ഒന്നാം കക്ഷി ചേർത്ത് ഹൈക്കോടതി കേസ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല, അതേസമയം പോലീസ് ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യം ഹൈക്കോടതി ആരാഞ്ഞിട്ടുണ്ട്. അതായത് ജസ്റ്റിസുമാരായ അൻകിനേന്ദ്രി S മുരളീകൃഷ്ണൻ ചേർന്നുള്ള ഡിവിഷൻ ബെഞ്ചാണ് കേസ് ഈ പരിഗണിക്കുന്നത്. ഈ കോടതിയലക്ഷ്യ ഹർജിയിൽ സംസ്ഥാന പോലീസ് മേധാവിയും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും ഇന്ന് വിശദീകരണം നൽകേണ്ടതുണ്ടെന്ന് 2 മണിക്ക് തന്നെ ഇവിടെ വഞ്ചിയൂർ SHO ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഹാജരാക്കുകയും ചെയ്യും. ഇവിടുത്തെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ 31 ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടക്കം 31 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്.
എന്ന് പോലീസ് ഹൈക്കോടതിയെ ഇന്ന് അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തരത്തിലുള്ള നടപടിയും പാടില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവ്. ആ മുൻകാല ഉത്തരവുകൾ പ്രാബല്യത്തിലാക്കുകയോ അല്ലെങ്കിൽ അത് പാലിക്കാതിരിക്കുകയോ ചെയ്തുകൊണ്ട് കോടതി അലക്ഷ്യ നടപടിയാണ് ഈ കേസിൽ എടുക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, രഞ്ജിത് സൂചിപ്പിച്ചതുപോലെ രൂക്ഷമായ വിമർശനത്തിലായിരിക്കും CPM അല്ലെങ്കിൽ CPM ഈ ഗവൺമെന്റിനടക്കം ഈ കേസിൽ നേരിടേണ്ടി വരിക. വഞ്ചിയുടെ CPM ഏരിയ സമ്മേളനം ഈ മുൻകാല ഉത്തരവുകളെല്ലാം ലംഘിച്ചാണെന്ന് കോടതിക്ക് വ്യക്തമായിട്ടുണ്ട്. രഞ്ജിത്ത്, ശരി. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട വിവാദം MM ലോറൻസിന്റെ മൃതദേഹത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇത് വൈദ്യ പഠനത്തിന് വിട്ടു നൽകിയത് ചോദ്യം ചെയ്തുള്ള അപ്പീൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. നമുക്കറിയാം, കോടതി ഇതിൽ അനുരഞ്ജനത്തിന്റെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. മക്കളെയൊക്കെ ഒന്ന് ഒരുമിപ്പിച്ച് ഈ മൃതദേഹത്തോട് അനാദരവ് കാട്ടരുത്, മരിച്ച വ്യക്തിക്കും ആദരവ് വേണമെന്ന ആവശ്യം കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. MM ലോറൻസിന്റെ മക്കളായ ആശാ ലോറൻസും സുജാത ബോബനും നൽകിയ ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. രണ്ടാം മധ്യസ്ഥ ചർച്ചയുടെ പുരോഗതി സർക്കാരും മധ്യസ്ഥ വഹിച്ച അഭിഭാഷകനും ഡിവിഷൻ ബെഞ്ചിനെ അറിയിക്കുന്നുണ്ട്. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ NN സുഗുണപാലനാണ് മധ്യസ്ഥൻ. വിഷയം മക്കൾ തമ്മിലുള്ള തർക്കമെന്നും വിഷയത്തിന് സിവിൽ സ്വഭാവമെന്നുമായിരുന്നു ആദ്യ തവണ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. കോടതിയുടെ പരിഗണനയിലുള്ള മറ്റൊരു വിഷയം നടൻ ദിലീപും സംഘവും VIP പരിഗണനയിൽ ശബരിമല ദർശനം നടത്തിയതിലാണ്. അതിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ഹർജിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശദമായ സത്യവാങ്മൂലവും ശബരിമല അസിസ്റ്റന്റ് സ്പെഷ്യൽ കമ്മീഷണറുടെ വിശദമായ റിപ്പോർട്ടും ഡിവിഷൻ ബെഞ്ച് മുൻപാകെ എത്തും. ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, S. മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുക. ദേവസ്വം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെ 4 പേർക്കെതിരെ നടപടിയെടുത്തതായി എക്സിക്യൂട്ടീവ് ഓഫീസർ ഹൈക്കോടതിയെ അറിയിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം നടത്തണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. നിലവിലെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും കേസ് ഡയറിയും പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നവീൻ ബാബുവിൻ്റേത് കൊലപാതകമാണെന്നും നിലവിലെ അന്വേഷണം പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനം മൂലം നിഷ്പക്ഷമാകില്ല എന്നാരോപിച്ചാണ് ഭാര്യ മഞ്ജിഷയുടെ ഹർജി. എന്നാൽ നിലവിലെ അന്വേഷണം കാര്യക്ഷമമാണെന്നാണ് സർക്കാരിന്റെ വാദം. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് ഹർജി പരിഗണിക്കുന്നത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഭക്തജനത്തിരക്കിന് നേരിയ കുറവ്. ഇന്നലെ 70,000-ഓളം ഭക്തരാണ് സന്നിധാനത്ത് എത്തിയത്. ഇന്ന് രാവിലെ മുതൽ നേരിയ മഴ തുടരുകയാണ്. ശ്രീയത്തിയായിരുന്നല്ലോ. ശ്രീയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 80,000 കടന്നിരുന്നു. പക്ഷേ ഇന്നലെ ഒരു ചെറിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് കാലാവസ്ഥ കാരണമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഇന്നു മുതൽ എന്താണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ പ്രതീക്ഷിക്കുന്നത്? രഞ്ജിത്ത്, ഇന്നലെയാണ് വലിയൊരു 10,000-ഓളം ഭക്തരുടെയെങ്കിലും കുറവ് രേഖപ്പെടുത്തിയത്. ഇന്നലെ 70,000-നടുത്ത് ഭക്തർ മാത്രമാണ് സന്നിധാനത്ത് എത്തിയത്. ഇന്നത്തെ കണക്ക് അല്പസമയത്തിനുള്ളിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. ഇന്നലത്തെ ഒരു അന്തിമ കണക്കും ഇന്ന് അല്പസമയം കൂടെ കഴിഞ്ഞാൽ ലഭ്യമാകും. ഇന്ന് പക്ഷേ ഇന്നലെ കാലാവസ്ഥ ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ മുതൽ നേരിയ മഴയുണ്ടായിരുന്നു. ഇടയ്ക്ക് ശക്തമായ മഴയും പെയ്തു. ഏതാണ്ട് പുലർച്ചെ 5 മണി മുതലാണ് ഈ മഴ പെയ്തത്. ഇടയ്ക്ക് അത് ശക്തമാകുന്നു. ഇപ്പോൾ അത് ഒരു ഏതാണ്ട് ചെറിയ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷെ മഴ പൂർണ്ണമായും മാറിയോ എന്ന് നമുക്ക് ഇപ്പോൾ പറയുക വ്യക്തമല്ല. കാരണം മഴ ഏത് സമയവും പെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് കാലാവസ്ഥ ഇവിടെ നിൽക്കുകയും ചെയ്യുന്നത്. എന്നാലും ഭക്തരെ സംബന്ധിച്ച് ഇതൊരു ബുദ്ധിമുട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് അങ്ങനെ കൊടയും ഒന്നും കരുതിയല്ല ആരും തന്നെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മഴ പെയ്താൽ അത് പൂർണ്ണമായും നനയുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതേസമയം തന്നെ ഈ പലയിടത്തും പുതിയ ഈ ജർമ്മൻ പന്തൽ പോലുള്ള പന്തലുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതല്പം ആശ്വാസം പകരുന്നതാണ്. മഴ പെയ്താൽ കയറി നിൽക്കാൻ പലയിടത്തുമുള്ള ഇടങ്ങൾ കൂടിയിട്ടുണ്ട്. ഈ ക്യൂ ഉള്ള സ്ഥലത്തടക്കം ഇടങ്ങൾ കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒരല്പം ആശ്വാസമാണ്. എന്തായാലും നേരത്തെ യാത്ര തിരിച്ച ഭക്തരാണ്. ഇന്നിപ്പോ പുലർച്ചെ പെയ്ത മഴ കാരണം ഇന്നത്തെ
തിരക്ക് കുറയുമെന്നോ അല്ലെങ്കിൽ തീർത്ഥാടകരുടെ എണ്ണം കുറയുമെന്നോ പറയാൻ വയ്യ. പക്ഷേ ഈ മഴ കാരണം നീണ്ട ക്യൂകൾ അത് കുറച്ചുകൂടി നീളാൻ സാധ്യതയുണ്ട്. അത് തീർത്ഥാടകരെ സംബന്ധിച്ച് ദർശനം അല്പം വൈകിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോ ഈ ലൈവ് നിൽക്കുന്ന ഈ സമയത്ത് മഴയ്ക്ക് ഒരൽപ്പം ശമനം വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരൽപ്പം ആശ്വാസകരമായ ഒന്ന് അത് തന്നെയാണ്. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഏത് സമയവും വീണ്ടും മഴ പെയ്യാനുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. രഞ്ജിത്ത്, അതാണ് ശബരിമലയിലെ സാഹചര്യം. തിരക്കിന് ഇന്നലെ അല്പം കുറവുണ്ട്, ഒപ്പം ചെറിയ മഴ അവിടെ പെയ്യുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഭക്തജനങ്ങളുടെ തിരക്ക് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത്, പക്ഷേ ഇതുവരെ കാര്യങ്ങൾ വളരെ സ്മൂത്തായി പോകുന്നു എന്നുള്ളതാണ്. പരാതികളൊന്നും കാര്യമായില്ല. ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. തേക്കടി ബോട്ട് അപകടം നടന്ന് 15 വർഷത്തിന് ശേഷം കേസിന്റെ വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കും. ഇടുക്കി തൊടുപുഴ 4th അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിസ്താരം നടക്കുക. 45 പേരുടെ ജീവനെടുത്ത അപകടത്തിൽ 15 വർഷത്തിന് ശേഷമാണ് വിചാരണ ആരംഭിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. 2009 സെപ്റ്റംബർ 30-നാണ് നാടിനെ നടുക്കിയ തേക്കടി ബോട്ട് ദുരന്തമുണ്ടായത്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ജലകന്യക എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. 75 പേർക്ക് കയറാവുന്ന ബോട്ടിൽ 95 പേരെ കയറ്റിയതും ബോട്ടിന്റെ അശാസ്ത്രീയ നിർമ്മാണവുമാണ് അപകടം ക്ഷണിച്ചു വരുത്തിയത്. സർവീസിന് അനുമതി നൽകിയതിലെ പാളിച്ച ഉൾപ്പെടെ അപകടത്തിനുള്ള കാരണങ്ങൾ നിരവധിയെന്ന് കണ്ടെത്തിയപ്പോഴും 45 പേരുടെ ജീവൻ നഷ്ടമായ കേസിലെ വിചാരണ അനന്തമായി നീണ്ടു. 2019-ലാണ് 4722 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. 75 പേർക്ക് കയറാവുന്ന ബോട്ടാണ്. ആ ബോട്ടിൽ 95 പേരെ കയറ്റി യാത്ര ചെയ്തു. അമിത ഭാരമുണ്ട്. പിന്നെ ഈ ബോട്ട് ജലത്തിലിറക്കുന്നതിനോ നാവിഗേഷനെ അയക്കുന്നതിനോ ഒന്നും കൊള്ളാവുന്നതായിരുന്നില്ല. ഇതിന്റെ നിർമ്മിതിയിലെ കുഴപ്പങ്ങളുണ്ടായിരുന്നത്. ബോട്ട് ഡ്രൈവർ വിക്ടർ സാമുവൽ, ലാസ്കർ അനീഷ് എന്നിവരാണ് 1ഉം 2ഉം പ്രതികൾ. വനം വകുപ്പ് ജീവനക്കാരനായ വി പ്രകാശ്, ബോട്ട് രൂപകൽപ്പന ചെയ്ത NA ഗിരി, മുൻ ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ബോട്ട്സ് M മാത്യൂസ്, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി മെക്കാനിക്കൽ എഞ്ചിനീയർ മനോജ് മാത്യു എന്നിവരാണ് മറ്റു പ്രതികൾ. 309 സാക്ഷികളുമുണ്ട്. കേസിൽ ആദ്യം നിയമിച്ച 2 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ സ്ഥാനമൊഴിഞ്ഞതും കേസിലെ വിചാരണ നീളാൻ കാരണമായി. തമിഴ്നാട്, ബംഗളൂരു, ആന്ധ്ര, ഹൈദരാബാദ്, മുംബൈ, ഹരിയാന, ന്യൂഡൽഹി, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച 45 പേരിൽ 13 പേർ കുട്ടികളായിരുന്നു. അപകടത്തിൽപ്പെട്ടവർ ഇതര സംസ്ഥാനക്കാരായതും സാക്ഷിപ്പട്ടിക വിപുലമായതും കേസിന്റെ തുടർ നടത്തിപ്പിൽ വലിയ വെല്ലുവിളി സൃഷ്ടിക്കും. ന്യൂസ് 18 ഇടുക്കി. ഡൽഹി പോലീസിന്റെ വീഴ്ച മൂലം നിരപരാധിയായ യുവാവ് തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടത് 35 ദിവസം. ഇടുക്കി നെടുങ്കണ്ടത്ത് താമസിക്കുന്ന ഷമീമാണ് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നത്. സമൂഹമാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചു എന്ന കേസിലാണ് ഷമീമിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങിയതാണ് ഇയാൾക്ക് വിനയായത്. ഡൽഹി സ്വദേശിയായ യുവതിയുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കാതിരിക്കാൻ 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നായിരുന്നു കേസ്. കഴിഞ്ഞ വർഷം നവംബർ 22-ന് ഷമീമിനെ നെടുങ്കണ്ടത്ത് നിന്ന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പെൺകുട്ടിയുടെ ആൺസുഹൃത്താണ് ദൃശ്യങ്ങൾ പകർത്തി ആദ്യം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. കേസിൽ ഡൽഹി സ്വദേശി മാനവവിഹാരിയെയും അറസ്റ്റ് ചെയ്തിരുന്നു. കൈവശമുണ്ടായിരുന്ന വിദേശ നമ്പറിൽ നിന്ന് യുവതിയെ വിളിക്കുകയും വാട്സാപ്പ് കോൾ ചെയ്യുകയും ചെയ്തെന്നും പണം ആവശ്യപ്പെട്ടെന്നുമായിരുന്നു ഷമീമിനെതിരെയുള്ള കേസ്. ചെന്നൈ സ്വദേശിയായ ഷമീം 6 വർഷമായി നെടുങ്കണ്ടത്താണ് താമസിക്കുന്നത്. നെടുങ്കണ്ടത്ത് നിന്ന് ഇയാൾ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങിയിരുന്നു. ഈ മൊബൈലിന്റെ IP അഡ്രസ്സിൽ നിന്നാണ് സന്ദേശം അയച്ചത്. എന്നോട് ഇവർ പറയുന്നത് വെച്ചാൽ നിന്റെ IP അഡ്രസ്സാണ് ഇതിൽ മാച്ച് ആവുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയും സാറേ ഇത് എന്റെ പേരിന് എടുത്ത മൊബൈൽ അല്ല, ഞാൻ സെക്കൻഡ്സിലാണ് എടുത്തത്, ഞാൻ കടയിൽ നിന്നാണ് എടുത്തത്, എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞായിരുന്നു. അപ്പൊ എന്റെ ഫോൺ ചിലപ്പോൾ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. അഥവാ അത് എന്തെങ്കിലും ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഫോൺ കോളോ വീഡിയോ കോളോ അല്ലെങ്കിൽ ആ പെണ്ണെടുത്ത് ഈ തട്ടിപ്പ് 30 ലക്ഷം തട്ടിപ്പ് എന്തെങ്കിലും കേസ് ഈ ഫോണിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാം ഫോണെല്ലാം ഫുള്ളും പരിശോധിച്ച് നോക്കിയപ്പോൾ അതിന് ഒരു എവിഡൻസ് പോലും അവർക്ക് കിട്ടിയിട്ടില്ല. ഇത്തരം സന്ദേശങ്ങൾ ഒന്നും അയച്ചിട്ടില്ലെന്ന നിലപാടിൽ ഷമീം ഉറച്ചു നിന്നതോടെ മൊബൈൽ
ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. പരിശോധനയിൽ ഫോണിൽ നിന്ന് തെളിവുകൾ കണ്ടെത്താനായില്ല. ഒപ്പം ഷമീമിന് ഒന്നാം പ്രതിയുമായോ പെൺകുട്ടിയുമായോ ബന്ധമുണ്ടെന്നതിന്റെ തെളിവുകളും ലഭിച്ചില്ല. ഇതോടെയാണ് ഇയാളെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡൽഹി കോടതിയിൽ അപേക്ഷ നൽകിയത്. എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കഴിഞ്ഞതിനൊപ്പം 1 വർഷത്തോളം മാനസികമായും യുവാവ് പീഡിപ്പിക്കപ്പെട്ടു. വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമുക്ക് പഴയ ഓണറോട് പോയി നമ്മൾ ജോലി ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല, ജോലിയൊന്നും തരുന്നില്ല, വേറെ ഒന്നും കൂടുതൽ സംസാരിക്കണ്ട, ഇപ്പോൾ വിട്ടു പൊയ്ക്കോളാൻ പറഞ്ഞു. അത് വന്നിട്ട് ഇപ്പോൾ 1 വർഷവും 2 മാസമായി, ജോലിയില്ല, ഒന്നുമില്ല. പിന്നെ നാട്ടുകാർ അതും ഇതും പറയാൻ തുടങ്ങി. ഇവൻ വന്നിട്ട് റേപ്പിംഗ് കേസിലാണ് ഇവനെ കൊണ്ടുപോയത്, ഇവൻ പെണ്ണെ വന്നിട്ട് ഭീഷണിപ്പെടുത്തി, ഇവൻ പൈസ തട്ടിപ്പുകാരനാണ്, ഇവൻ അങ്ങനെയാ മറ്റേതാ മറിച്ചാന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങി. ഈ നാണക്കേട് കാരണം ഞാൻ മദ്രാസിൽ പോയതാണ്. മദ്രാസിൽ എൻ്റെ ഉമ്മായും സഹോദരങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ പിന്നെ അവിടെ പോയി കുറച്ച് നാൾ ഞാൻ നിന്നു. ഷമീമിന്റെ കൈവശമുണ്ടായിരുന്ന ഫോണിന്റെ IP അഡ്രസ് ഉപയോഗിച്ച് സന്ദേശം അയച്ചത് ആരെന്ന് ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് ആയിട്ടില്ല. ജനുവരി 10 കേസ് വീണ്ടും കോടതി പരിഗണിക്കുമ്പോൾ വെറുതെ വിടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഷമീം. അഭിഭാഷകരായ ബിജു പി രാമനും ജോൺ തോമസ് അറക്കലുമാണ് ഷമീമിനായി കോടതിയിൽ ഹാജരായത്. ന്യൂസ് 18 ഇടുക്കി. CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. പുതിയ ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിയെയും സമ്മേളനം തെരഞ്ഞെടുക്കും. സെക്രട്ടറി പദവിയിൽ 2 ടേം മാത്രം പൂർത്തിയാക്കിയ S. സുദേവൻ ജില്ലാ സെക്രട്ടറിയായി തുടരുമെന്നായിരുന്നു സൂചന. എന്നാൽ സുദേവനെ മാറ്റാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കൾ അടക്കമുള്ളവർ പുതിയ സെക്രട്ടറി വരണമെന്ന അഭിപ്രായത്തിലാണ്. K. സമപ്രസാദ്, ജയമോഹൻ എന്നിവരുടെ പേരുകളാണ് പകരം പരിഗണനയിൽ. 46 അംഗ ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുക്കും. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PR വസന്തൻ, S. രാധാമണി, PK ബാലചന്ദ്രൻ എന്നിവരെ പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ ഇടയില്ല. മഹാരാഷ്ട്രയിൽ അനിശ്ചിതത്വം തുടരുന്നു. മഹാരാഷ്ട്രയിൽ വമ്പൻ വിജയം നേടിയെങ്കിലും വല്ലാത്തൊരു പെടലിൽപ്പെട്ട് കിടക്കുകയാണ് ശിവസേന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ. മുഖ്യമന്ത്രി മോഹം ഉപേക്ഷിച്ച് ഉപമുഖ്യമന്ത്രിയായ ഷിൻഡെയ്ക്ക് ആഭ്യന്തര വകുപ്പും ലഭിക്കാൻ വഴിയില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. മഹാരാഷ്ട്രയിൽ വമ്പൻ വിജയത്തോടെ തുടർഭരണം ഉറപ്പാക്കിയ ഏക്നാഥ് ഷിൻഡെ ആദ്യം മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു. കിട്ടിയില്ല. 2.5 വർഷം നൽകണമെന്ന ആവശ്യവും ഒന്നാം കക്ഷിയായ BJP തള്ളി. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വഴങ്ങുമ്പോൾ ആഭ്യന്തരം ചോദിച്ചു. അതും കിട്ടാൻ വഴിയില്ല. നഗരവികസനത്തിനൊപ്പം റവന്യൂ കൂടി നൽകണമെന്ന ആവശ്യവും അംഗീകരിക്കാൻ വഴിയില്ലെന്നാണ് ഒടുവിലത്തെ സൂചന. മുഖ്യമന്ത്രിയുടെയും 2 ഉപമുഖ്യമന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടും മന്ത്രിസഭാ വികസനമോ വകുപ്പ് വിഭജന ചർച്ചയോ എങ്ങും എത്തിയിട്ടില്ല. എന്നു നടക്കുമെന്നതിൽ BJP ഉറപ്പും പറയുന്നില്ല. എല്ലാ വകുപ്പും ഇപ്പോൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനാണ്. ഉപമുഖ്യമന്ത്രിമാർ വകുപ്പില്ലാതെ തുടരുന്നു. മന്ത്രിസഭാ വികസനം വൈകുന്നതിലോ ശിവസേനയുടെ സമ്മർദ്ദത്തിലോ BJP ദേശീയ നേതൃത്വവും ഇടപെടുന്നില്ല. വഴങ്ങുകയല്ലാതെ മുന്നിൽ വഴിയില്ലെന്ന അവസ്ഥയിലാണ് ശിവസേന. 57 MLA-മാരുള്ള ശിവസേന പോയാലും 132 MLA-മാരുള്ള BJPയും 41 MLA-മാരുള്ള NCPയും ചേർന്നാൽ കേവല ഭൂരിപക്ഷവും കടന്ന് 28 MLA-മാർ അധികമുണ്ട്. ഫലത്തിൽ താൻ മുഖ്യമന്ത്രിയായിരുന്നു നേടിയ വമ്പൻ വിജയമാണ് ഷിൻഡെ ഇപ്പോൾ ദുർബലനാക്കുന്ന മുഖ്യ ഘടകം. ഇത്ര വലിയ വിജയം വേണ്ടിയിരുന്നില്ലെന്ന് ചിന്തിക്കുന്നവരിലൊരാൾ ഇപ്പോൾ ഷിൻഡെ ആയിരിക്കുമെന്ന് പറയാനുള്ള കാരണവും ഇതാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്രയിൽ വകുപ്പ് വിഭജനം സംബന്ധിച്ച് BJP ശിവസേന തർക്കം നിലനിൽക്കുന്നതിനിടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇന്നലെ രാത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. BJP അധ്യക്ഷൻ JP നദ്ദയും ഫട്നാവിസിനൊപ്പം ഉണ്ടായിരുന്നു. ഡിസംബർ 14-നുള്ളിൽ തർക്കത്തിന് പരിഹാരമാകുമെന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. R. കിരൺ ബാബു നാഷണൽ ഡെസ്കിൽ ചേരും. കിരൺ, ഈ തർക്കം ഇപ്പോൾ ആഴ്ചകൾ പിന്നിടുകയാണ്. മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞിട്ട് ഇപ്പോഴും തർക്കം തുടരുന്നു. എന്താണ് സംഭവിക്കുന്നത് മഹാരാഷ്ട്രയിൽ? വകുപ്പില്ല ഉപമുഖ്യമന്ത്രിമാരായി ഈ 2 പേരും തുടരാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി? രഞ്ജിത്തെ, ഒരു വല്ലാത്തൊരു ഡെഡ് ലോക്കിൽ നിൽക്കുകയാണ് മഹാരാഷ്ട്രയിലെ മന്ത്രിസഭാ വികസനവും അതോടൊപ്പം തന്നെ വകുപ്പ് വിഭജന ചർച്ചകളും. വലിയ വിജയം നേടിയിട്ട് 5-4 ഭൂരിപക്ഷത്തോടെ വിജയം നേടി സത്യപ്രതിജ്ഞയ്ക്ക് തന്നെ 10 ദിവസത്തോളം സമയം കഴിയേണ്ടി വന്നു. അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് ആര് വരണമെന്നുള്ള തർക്കം ആയിരുന്നു പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവകാശവാദം ശിവസേന ഉപേക്ഷിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് വേണം എന്നുള്ളതായി പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ആഭ്യന്തര വകുപ്പ് നൽകാനാവില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് BJP. അങ്ങനെയെങ്കിൽ മറ്റൊരു ചർച്ച കൂടി വന്നു. നഗരവികസന വകുപ്പിനൊപ്പം തന്നെ റവന്യൂ വകുപ്പ് കൂടി നൽകണം എന്നുള്ള ആവശ്യം. നഗരവികസന വകുപ്പ് നേരത്തെയും ശിവസേനയും ഷിൻഡെയും കൈകാര്യം ചെയ്യുന്ന
വകുപ്പാണ്. അതിനൊപ്പം റവന്യൂ എന്ന പ്രധാനപ്പെട്ട വകുപ്പ് കൂടി നൽകണമെന്ന് ആവശ്യമുയർന്നു. അതും കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് BJP നിൽക്കുന്നത്. അതിനുശേഷം ഹൗസിംഗ് വകുപ്പ് എങ്കിലും നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. പക്ഷേ അവിടെയും ഒരു തീരുമാനം എങ്ങും എത്തുന്നില്ല. ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ വേണമെന്ന് ഷിൻഡെ പലതവണ ആഗ്രഹിക്കുകയും അത്തരം സന്ദേശങ്ങൾ BJP കേന്ദ്ര നേതൃത്വത്തിന് നൽകുകയും ഒക്കെ ചെയ്തെങ്കിലും കേന്ദ്ര നേതൃത്വം പരസ്യമായി സ്വീകരിച്ച നിലപാട് മഹാരാഷ്ട്രയിൽ ഫട്നാവിസുമായി ചർച്ച നടത്തി നിങ്ങൾ തീരുമാനമെടുത്തുള്ളൂ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഷിൻഡെ പരസ്യമായി എവിടെയെങ്കിലും ഇത്തരത്തിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷേ മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. ഒരാഴ്ച പിന്നിടുകയാണ് ഇപ്പോൾ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ട് ഇപ്പോൾ മുഴുവൻ വകുപ്പുകളിലും ചുമതലയിൽ മുഖ്യമന്ത്രി മാത്രം തുടരുന്ന അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രശ്ന പരിഹാരത്തിനായി ഫട്നാവിസ് തന്നെ ഇന്നലെ ഡൽഹിയിലെത്തിയത്. ഫട്നാവിസിന് 2 ദിവസത്തെ ഡൽഹി സന്ദർശനമാണ്. ഔദ്യോഗികമായി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും എല്ലാം സന്ദർശിക്കുന്ന ഒരു കർട്ടസി മാത്രമാണ് എന്നാണ് അദ്ദേഹം ഔദ്യോഗികമായി പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിനൊപ്പം ഉപമുഖ്യമന്ത്രി അജിത് പവാർ കൂടിയുണ്ട്. പക്ഷേ മറ്റ് ഉപമുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെ ഈ ചർച്ചയ്ക്കോ സന്ദർശനത്തിനോ ഡൽഹിയിൽ എത്തിയിട്ടില്ല എന്നതുകൂടി പ്രത്യേകതയാണ്. ഇന്നലെ രാത്രിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വീട്ടിൽ വെച്ചായിരുന്നു ചർച്ച നടന്നത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും അമിത്ഷായുടെ വീട്ടിൽ നടന്ന ഈ ചർച്ചയിൽ പങ്കെടുത്തു. പ്രധാനമായും എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഇവർക്ക് മുന്നിലെ വലിയ വെല്ലുവിളി. ഷിൻഡെയുടെ ഒരു പ്രധാനമായി ഉപയോഗിക്കുന്ന തന്ത്രം പരസ്യമായി BJPക്കെതിരെയോ മഹായുതി സർക്കാരിനെതിരെ വെല്ലുവിളി ഉയർത്താതിരിക്കുക, അവരെ പ്രശംസിച്ചുകൊണ്ട് തന്നെ ഐക്യത്തോടുകൂടി തന്നെ സംസാരിക്കുക. എന്നാൽ മറ്റു കാര്യങ്ങളിലും ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇപ്പോൾ മന്ത്രിസഭ മുഖ്യമന്ത്രിയുടെയും 2 ഉപമുഖ്യമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഒരാഴ്ചയാവും. ഇതിനിടയിൽ ഒരിക്കൽ പോലും ഔദ്യോഗികമായ ഒരു ചർച്ച ഫട്നാവിസും ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറുമായി ഉണ്ടാവുന്നില്ല. അനൌദ്യോഗിക ചർച്ചകൾ മാത്രമാണ് മുന്നോട്ട് നടക്കുന്നത്. ഇനി 16-ാം തീയതിയാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നത്. സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പെങ്കിലും മന്ത്രിസഭാ വികസനം പൂർത്തിയാക്കേണ്ടതുണ്ട്. മന്ത്രിമാർക്ക് വകുപ്പുകൾ നൽകേണ്ടതുണ്ട്. അങ്ങനെ വല്ലാതെ നീണ്ടുപോകുന്നതിൽ BJPക്കുള്ളിലും വലിയ തോതിലുള്ള അസ്വസ്ഥതയുണ്ട്. ശിവസേനയിലും NCPയിലും ഒക്കെ ഈ അസ്വസ്ഥത നിലനിൽക്കുകയാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടിയാവണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും അതോടൊപ്പം തന്നെ JP നദ്ദയുമായും ഇന്നലെ രാത്രി ഫട്നാവിസും ചർച്ച നടത്തിയതാണ്. ഇനി അജിത് പവാറും ഇവരുമായി ഇന്ന് ചർച്ച നടത്തുമെന്നാണ് സൂചന. ശരി, കിരൺ ബാബു വിവരങ്ങൾ പങ്കുവച്ചു. ശൈത്യകാല സമ്മേളനത്തിന്റെ 14-ാം ദിവസമായ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തന്നെ ബഹളം വെച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന അസാധാരണമായ സാഹചര്യത്തിൽ ഈ നടപടികൾ സുഗമമായി മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. അതാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ബഹളം വെക്കുമ്പോൾ ജോർജ് സോറസ്, അമേരിക്കൻ വ്യവസായി ജോർജ് സോറസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഇന്നലെ ദേശീയ പതാകയും ചുവന്ന റോസാപ്പൂക്കളും ഭരണപക്ഷത്തിന് നൽകി പ്രതിഷേധിച്ച ഇന്ത്യ മുന്നണി ഇന്നും സമാനമായ പ്രതിഷേധ രീതികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. കിരൺ ബാബു ഉണ്ട്. കിരൺ നേരത്തെ പറഞ്ഞ പോലെ അസാധാരണമായ സാഹചര്യമാണ്. കാരണം ഭരണപക്ഷം തന്നെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഒപ്പം പ്രതിപക്ഷവും കൂടുന്നു. സഭാ നടപടികളുടെ സുഗമമായ നടത്തിപ്പിന് എന്ത് മാർഗമാണ് ഇനി മുന്നിലുള്ളത്? അത്തരം എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? രഞ്ജിത്തെ, അസാധാരണമായ സാഹചര്യമാണ് പാർലമെന്റിൽ നിലനിൽക്കുന്നത്. സാധാരണഗതിയിൽ പ്രതിപക്ഷമാണ് എപ്പോഴും ബഹളം വെക്കുകയും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഭരണപക്ഷം അത്തരത്തിലേക്ക് പ്രതിപക്ഷത്തെ പ്രതിരോധിക്കുന്നതിനപ്പുറത്തേക്ക് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഭരണപക്ഷം ബഹളം വെക്കുന്നത് അത്യപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമാണ്. കഴിഞ്ഞ കുറേയേറെ ദിവസം ഇന്ത്യ ബ്ലോക്കിലടക്കം വലിയ ഭിന്നതയുണ്ടെങ്കിലും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അദാനി വിഷയത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അവർ തുടർച്ചയായി ഈ വിഷയത്തിൽ പാർലമെന്റിൽ ബഹളം വെക്കുന്നുണ്ട്, പാർലമെന്റിൽ വിഷയം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് സോണിയാഗാന്ധിക്ക് അമേരിക്കൻ വ്യവസായിയായ ജോർജ് സോറസുമായി ബന്ധപ്പെടുന്നതും ജോർജ് സോറസും അദ്ദേഹത്തിൻ്റെ മാധ്യമ സ്ഥാപനവുമാണ് ഇന്ത്യക്കെതിരെ പ്രചരണങ്ങൾ നടത്തുന്നത്. അവർക്ക് വേണ്ടിയാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുകയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്ന മട്ടിലുള്ള പ്രചരണവുമായി ഭരണപക്ഷ അംഗങ്ങൾ തന്നെ സഭയിൽ ബഹളം വെക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ 2-3 ദിവസമായുള്ള പ്രധാനപ്പെട്ട ആദ്യം രാജ്യസഭയിലാണ് ഇത് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഭരണപക്ഷത്തെ അംഗങ്ങളാണ് പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി സഭയിൽ ബഹളം വെച്ചുകൊണ്ടേയിരിക്കുന്നത്. അത്തരം അസാധാരണ ഒരു സാഹചര്യം ഇന്നും തുടരാൻ സാധ്യതയുണ്ട്. അദാനിക്കെതിരെ ഉന്നയിക്കുമ്പോൾ മറിച്ച് സോണിയാഗാന്ധി സോറസ് ബന്ധം ഉയർത്തിക്കാട്ടി ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഭരണപക്ഷം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ലൈൻ. പക്ഷേ ഇതിനിടയിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേയുടെ ബില്ലുകളടക്കമുള്ള പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ പാസ്സായി മുന്നോട്ട് പോകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഏതെങ്കിലും തലത്തിൽ അല്ലെങ്കിൽ ഭരണപക്ഷം ഏതെങ്കിലും തരത്തിൽ ഇത്തരം സഭാ നടപടികൾ നടത്തിക്കൊണ്ടു പോകാൻ ഒരു മുൻകൈ എടുക്കേണ്ട അല്ലെങ്കിൽ അത്തരം വിട്ടുവീഴ്ചയ്ക്കൊക്കെ സ്വാഭാവികമായും എപ്പോഴും തയ്യാറാവുന്നത് ഭരണപക്ഷമാണ്. ഏത് പാർട്ടി ഭരിക്കുമ്പോഴും ആ രീതിയാണ്. പക്ഷേ അതിന് മറിച്ചൊരു തന്ത്രം കൂടിയാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ NDA സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഭരണപക്ഷം തന്നെ പ്രതിപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് അത്തരമൊരു ബഹളത്തിൻ്റെ സാഹചര്യത്തിൽ ബില്ലുകൾ പാസ്സായി പോകുന്നു. അപ്പോൾ ഭരണപക്ഷവും അത്തരത്തിൽ ഏതെങ്കിലും സഭാ നടപടികൾ സുഗമമായി നടത്താൻ വേണ്ടിയുള്ള ശക്തമായ ഒരു ഇടപെടൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവാനുള്ള സാധ്യത എന്തായാലും കുറവാണ്. രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെതിരെ തന്നെ ഇന്നലെ അദ്ദേഹത്തെ നീക്കാനുള്ള പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ഇതുമായി സംബന്ധിച്ച് വലിയ വാദപ്രതിവാദങ്ങളൊക്കെ സഭയ്ക്കകത്തും പുറത്തുമെല്ലാം നടക്കുകയും ചെയ്തു. പാർലമെന്ററി കാര്യമന്ത്രി തന്നെയാണ് സോണിയാഗാന്ധിക്കെതിരെ അടക്കമുള്ള ആരോപണങ്ങൾ
ആരോപണങ്ങൾ ഉന്നയിച്ചത്. സാധാരണഗതിയിൽ പ്രതിപക്ഷവുമായി ചർച്ച നടത്തി ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചുമതല ഉള്ളത് പാർലമെന്ററി കാര്യമന്ത്രിക്കാണ്. മറ്റു പ്രധാനപ്പെട്ട നേതാക്കളടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും പാർലമെന്ററി കാര്യമന്ത്രി പ്രതിപക്ഷത്തെ കൂടി വിശ്വാസം എടുത്ത് മുന്നോട്ട് പോവുക എന്നതാണ്. പക്ഷേ സഭ തുടങ്ങുന്നതിന് മുന്നോടിയായി പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ സോണിയാഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രധാനപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു തന്നെയാണ്. ബോധപൂർവം തന്നെയാണ് ഭരണപക്ഷവും നീങ്ങുന്നത്. അത്തരം ഒരു തന്ത്രമാണ് ഭരണപക്ഷം ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും സഭാ നടപടികളിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവച്ചു. മറ്റു വാർത്തയിലേക്ക്, താലിബാൻ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള റഷ്യയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് അഫ്ഗാനിസ്ഥാനിൽ നിലവിൽ ഭരണം കൈയാളുന്ന ഗ്രൂപ്പ് എന്ന നിലയിലാണ് താലിബാനെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നത്. ഇത് സംബന്ധിച്ച ബിൽ റഷ്യൻ പാർലമെന്റ് ഡ്യൂമ കഴിഞ്ഞ ദിവസം പാസാക്കി. മധ്യകേരളത്തിൽ ഇന്ന് കനത്ത മഴയ്ക്കു സാധ്യത. എറണാകുളം, തൃശൂർ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലും മഴയ്ക്കുള്ള സാധ്യത. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലും ശക്തമായ മഴയുണ്ടാകും. അരിയാലൂർ, തഞ്ചാവൂർ, തിരുവാറൂർ, പുതുക്കോട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി നഗരത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങും. ആലുവയിലെ ജലശുദ്ധീകരണശാലയിൽ നിന്ന് കൊച്ചി നഗരത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായാണ് ജലവിതരണം തടസ്സപ്പെടുക. കഴിഞ്ഞ ദിവസം നടത്താനിരുന്ന അറ്റകുറ്റപ്പണികൾ സാങ്കേതിക കാരണങ്ങളാൽ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. കൊച്ചി കോർപ്പറേഷന് പുറമെ ചേരനല്ലൂർ, മുളവുകാട് പഞ്ചായത്തുകളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലും ജലവിതരണം മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. നടി അനുശ്രീയുടെ കാർ മോഷ്ടിച്ച കേസിൽ പിടിയിലായ പ്രതിയുടെ മോഷണ രീതികൾ പോലീസിനെയും അമ്പരപ്പിക്കുന്നത്. തിരുവനന്തപുരം വിതുര സ്വദേശി പ്രബിനാണ് കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായത്. ഈഞ്ചക്കാട് യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നായിരുന്നു പ്രതി അതിവിദഗ്ധമായി കാറ് മോഷ്ടിച്ചത്. ഡിസംബർ 7 പുലർച്ചെ 1:40 നടി അനുശ്രീയുടെ കാർ പ്രബിൻ മോഷ്ടിച്ചത്. വാളകം വഴി ഇയാൾ കാറുമായി ബന്ധുവീട്ടിലെത്തുകയും മടക്കയാത്രയിൽ നെടുമങ്ങാടുള്ള റബ്ബർ കട കുത്തിത്തുറന്ന് 400 കിലോ റബ്ബർ ഷീറ്റുകൾ മോഷ്ടിക്കുകയും ചെയ്തു. അടുത്ത ദിവസം റബ്ബർ വിറ്റുകിട്ടിയ പണവുമായി ആഡംബര ഹോട്ടലിൽ താമസിച്ചു. പിന്നീട് വീണ്ടും പണം കണ്ടെത്താനായി മറ്റൊരു റബ്ബർ കട കുത്തിപ്പൊളിച്ച് 500 കിലോ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചതായും പോലീസ് പറഞ്ഞു. മോഷ്ടിച്ച കാറുമായി കോട്ടയത്തെത്തിയപ്പോൾ ഇന്ധനം തീർന്ന് വഴിയിൽ നിന്നതോടെ പ്രബിൻ കാർ ഉപേക്ഷിച്ച് KSRTC ബസ്സിൽ തിരുവനന്തപുരത്തെത്തി. അവിടെ നിന്ന് സുഹൃത്തിന്റെ ഇരുചക്ര വാഹനമെടുത്ത് കോട്ടയത്തേക്ക് വരും വഴിയാണ് കൊട്ടാരക്കര പോലീസിന്റെ വലയിലായത്. കൊട്ടാരക്കരയുള്ള യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് എക്സീരിയർ ഇനത്തിൽപ്പെട്ട വാഹനം മോഷണം ചെയ്ത ആളെയാണ് ഇന്ന് കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രബിൻ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ നിരവധി വാഹന മോഷണ കേസുകളിൽ പ്രതിയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിന്നും വാഹനങ്ങൾ മോഷ്ടിച്ച വാഹനവും അതുപോലെ തന്നെ കട കുത്തി തുറന്നും മോഷണം നടത്തിയിട്ടുണ്ട്. നിരവധി കേസുകളിൽ പ്രതിയാണ്. അങ്ങനെ 8 കേസുകളോളം ഇപ്പം ഈ അറസ്റ്റിന് ശേഷം 3 മാസമായിട്ട് ജയിൽ റിലീസ്ഡാണ്. ആ 3 മാസത്തിനുള്ളിൽ 8ഓളം കേസുകൾ ചെയ്തിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ കൺഫസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് അയാളെ റിമാൻഡ് ചെയ്യുന്നുണ്ട്. പാലക്കാട് തേങ്കുറിശ്ശിയിൽ നിന്ന് കാർ മോഷ്ടിച്ച ശേഷം സമീപത്തെ പെയിന്റ് കട കുത്തിത്തുറന്ന് പെയിന്റ് എടുത്ത് കാറിന്റെ നിറം മാറ്റി ഉപയോഗിച്ച കേസിൽ പോലീസ് അന്വേഷണം നടന്നുവരവെയാണ് പ്രബിൻ പിടിയിലായത്. 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പ്രബിൻ CCTVയും മറ്റ് തെളിവുകളും നശിപ്പിച്ചാണ് കാർ മോഷ്ടിക്കുന്നത്. പമ്പുകളിൽ പോകാതെ മറ്റ് കാറുകളിൽ നിന്നും ഇന്ധനമൂറ്റിയാണ് മോഷണ വാഹനങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. പ്രബിനെതിരെ സംസ്ഥാനത്ത് നിരവധി സ്റ്റേഷനുകളിൽ വിവിധ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ചരിത്രപ്രസിദ്ധമായ ചക്കുളത്ത് കാവ് പൊങ്കാല നാളെ. ചക്കുളത്ത് ക്ഷേത്രവും ചുറ്റുമുള്ള 30 കിലോമീറ്റർ പ്രദേശവും പൊങ്കാല അർപ്പണത്തിനായുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. പുലർച്ചെ 4 നിർമ്മാല്യ ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയുമാണ് ചടങ്ങുകൾ ആരംഭിക്കുക. 9 മണിയോടെ വിളിച്ചുചൊല്ലി പ്രാർത്ഥന. ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്ന് ക്ഷേത്രം മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്നതോടെ ഭക്തിസാന്ദ്രമായ ഈ വർഷത്തെ ചക്കുളത്തുകാവ് പൊങ്കാലയ്ക്ക് തുടക്കമാകും. പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഡിസംബർ 13 വെള്ളിയാഴ്ച രാവിലെ 10:30 ആരംഭിക്കുന്നതായിരിക്കും.
ഈ പൊങ്കാലയ്ക്ക് വേണ്ടുന്നതായ എല്ലാ ക്രമീകരണങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ദൂരദേശങ്ങളിൽ നിന്ന് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തു നിന്ന് പോലും എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. പൊങ്കാലയ്ക്കെത്തുന്ന ഭക്തജനങ്ങളെ വരവേൽക്കാനും സുഗമമായ നടത്തിപ്പിനുമായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 3001 വോളണ്ടിയേഴ്സിന്റെ സേവനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊങ്കാല അർപ്പിക്കുന്ന പ്രദേശം കിലോമീറ്ററുകളോളം ആയതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 2000-ഓളം പോലീസുകാരെയും വിന്യസിച്ചു. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. ഗതാഗത മന്ത്രി കൂടാതെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഭാര്യ രാധിക സുരേഷ് ഗോപി എന്നിവരും വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തവർ പ്രതിസന്ധി നേരിടുകയാണ്. വിമാനത്താവള വികസനത്തിന് വേണ്ടി നിലവിലുള്ള റോഡ് എയർപോർട്ട് അതോറിറ്റി അടച്ചുപൂട്ടി. എന്നാൽ പകരം സംവിധാനം ഒരുക്കി വേണം റോഡ് അടച്ചുപൂട്ടലടക്കം നടപ്പിലാക്കാൻ എന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ കിഴക്കുഭാഗത്തുള്ള റോഡ് ഈ മേഖലയിലെ പ്രധാന സഞ്ചാരപാതയായിരുന്നു. റസ നിർമ്മാണത്തിന് വേണ്ടി ഈ മേഖല കൂടി ഉൾപ്പെടുത്തിയാണ് എയർപോർട്ട് അതോറിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ റോഡിന് പകരം സംവിധാനം ഒരുക്കാതെയാണ് നിലവിലെ പാത അടച്ചുപൂട്ടുന്നത്. പുറത്തു പോകുവാൻ ഈ വഴി മാത്രം ആശ്രയിച്ചിരുന്ന കുടുംബങ്ങളാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. പാലയ്ക്കാപ്പറമ്പിൽ ചാലുകീറി മതിൽ കെട്ടാനെത്തിയപ്പോൾ നാട്ടുകാർ സംഘടിച്ച് പ്രതിഷേധമറിയിച്ചു. ഈ ഭാഗത്ത് മതിൽ കിട്ടിയാൽ പരിസരത്തെ 20-ലേറെ വീടുകളിലേക്കും പാലയ്ക്കാപ്പറമ്പ് അംഗനവാടിയിലേക്കും വഴിയില്ലാതെയാകും. വികസനത്തിന് ഞങ്ങൾ ആരും എതിരല്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു വികസനം നാടിന് ആവശ്യമില്ല. റോഡ് ഇവിടെ ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കെട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ 10-14 പെരക്കാർക്ക് അംഗനവാടിയൊക്കെ ഉണ്ട്, അതൊക്കെ വഴിയില്ലാതായി മാറും. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെ ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ സ്ഥലം സന്ദർശിച്ചു. വിമാനത്താവള എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരും നഗരസഭാ പ്രതിനിധികളും കരിപ്പൂർ പോലീസും സ്ഥലത്തെത്തി. ഇവിടെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും ഇവിടെ മതിൽ കെട്ടുന്നത് തടസ്സപ്പെടുന്നുള്ള ഒരു പരാതി കിട്ടുന്ന അടിസ്ഥാനത്തിലും ഇവിടുത്തെ വാർഡ് മെമ്പർ എന്നെ വിളിച്ചു പറയുന്ന അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ സൈറ്റ് ഇൻസ്പെക്ഷനായിട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഇവർക്ക് വഴി ആക്സസ് ആയതിനു ശേഷം മതിൽ കെട്ടുള്ളൂ എന്നുള്ള അങ്ങനത്തെ എന്തെങ്കിലും എയർപോർട്ട് അതോറിറ്റി കൂടി ആണ് തീരുമാനിക്കുന്നത്. എയർപോർട്ട് അതോറിറ്റിക്ക് സ്ഥലം കൈമാറി 1 വർഷം കഴിഞ്ഞിട്ടും പരിസരവാസികളുടെ വഴി ഉൾപ്പെടെയുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി എങ്ങും എത്തിയിട്ടില്ല. മേഖലയിൽ പകരം റോഡ് നിർമ്മിക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും അതും എവിടെയും എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 മലപ്പുറം. 4 വയസ്സ് മാത്രം പ്രായമുള്ള മകന്റെ അസുഖം ഭേദമാകാൻ ചികിത്സാ ചെലവിനായി സുമനസ്സുകളുടെ കാരണം തേടിയ കുടുംബത്തിന് സാന്ത്വനമായി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ ഫസ്റ്റ് മൈൽ താമസിക്കുന്ന വാൽഡീന മാസിഡോയുടെ മകൻ ക്രിസ്റ്റ് ഇവാൻഡറിന്റെ ഹൃദയവാൽവിന്റെ തകരാറ് പരിഹരിക്കാനുള്ള ശസ്ത്രക്രിയയ്ക്കാണ് തങ്ങളുടെ ഇടപെടലിൽ സഹായം ലഭിച്ചത്. തങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം 8 ലക്ഷം രൂപ ചിലവ് വരുന്ന ശസ്ത്രക്രിയ പൂർണ്ണമായും സൗജന്യമായി നൽകാൻ കോഴിക്കോട് മെട്രോമെറ്റ് ഹോസ്പിറ്റൽ ചെയർമാനും കാർഡിയോളജി വിഭാഗം തലവനുമായ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വാലന്റീന മസിഡോയുടെ കുടുംബം ചികിത്സാ സഹായം തേടി പാണക്കാടെത്തിയത്. ജനന സമയത്ത് തന്നെ ക്രിസ് ഇവാൻഡറിന് ഹൃദയവാൾവിന് ദ്വാരം ഉൾപ്പെടെ ജീവന് ഭീഷണിയാകുന്ന അസുഖങ്ങളുള്ളതായി ഡോക്ടർമാർ ധരിപ്പിച്ചിരുന്നു. 4 വയസ്സ് കഴിഞ്ഞാൽ ചികിത്സ ഫലപ്രദമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പിതാവ് ഉപേക്ഷിച്ച് വാടക വീട്ടിൽ കഴിയുന്ന ഇവാൻഡറിന്റെ കുടുംബത്തിന് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക ആലോചിക്കാൻ പോലും കഴിയുന്നതല്ല. അതിനിടെയാണ് നീലഗിരി, ഗൂഡല്ലൂർ, പന്തല്ലൂർ താലൂക്കുകളിൽ പാലിയേറ്റീവ് ഹോം കെയർ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി വളണ്ടിയർമാർ ഈ കുടുംബത്തിന്റെ പ്രയാസം മനസ്സിലാക്കുന്നത്. ഇവർ ലീഗ് നേതാക്കളെ ഇക്കാര്യം അറിയിക്കുകയും തുടർന്ന് ഈ കുടുംബം പാണക്കാട് എത്തുകയും ചെയ്തു. ഇവരുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയ സാദിഖ് അലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഹോസ്പിറ്റൽ അധികൃതരുമായി ബന്ധപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് ആശ്വാസ നടപടികളുണ്ടായത്. ഗൂഡല്ലൂർ അവരിവിടെ വന്നതാണ്, ഗൂഡല്ലൂർ കുട്ടികളെ. അപ്പോൾ അവർക്ക് 5 വയസ്സായ കുട്ടിയാണ്, ഒരു ഓപ്പൺ ഹാർട്ട് സർജറിയാണ് വേണ്ടി. ആയിക്കോട്ടെ, അപ്പോൾ നമുക്കത് ചെയ്തു കൊടുക്കാം അല്ലേ ആ കാര്യത്തിൽ? ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം കേട്ടോ. തുടർന്ന് കുടുംബം ആശുപത്രിയിലെത്തി ഡോക്ടറെ കാണുകയും ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. മുസ്ലിം ലീഗ് പാർട്ടി നീലഗിരി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റാണ് ഇവരുടെ അനുബന്ധ ചികിത്സാ ചെലവുകൾ വഹിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.
തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളത്തിൽ കോടതിയലക്ഷ്യ നടപടിയുമായി ഹൈക്കോടതി. ദേവസ്വം ഓഫീസർക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. ഭക്തർ വന്ന് പറഞ്ഞാൽ കോടതിയുടെ ഉത്തരവ് പാലിക്കാതെയിരിക്കുമോ എന്ന ദേവസ്വം ഓഫീസറോട് ചോദ്യം. സംസ്ഥാനത്ത് നിയമവാഴ്ചയില്ലേ എന്നും വിമർശനം. ദേവസ്വം ഓഫീസറുടെ സത്യവാങ്മൂലം തള്ളി കോടതി. ലംഘിച്ച് ആന എഴുന്നള്ളത്ത് നടത്തിയതിലാണ് നടപടി. ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിലെ ചർച്ചയ്ക്കിടെ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ശശി തരൂർ. വയനാട് വിഷയം അടക്കമുയർത്തി ശശി തരൂരിന്റെ വിമർശനം. പുതിയ ബില്ല് ദുരന്തമെന്ന് തരൂർ. വയനാട്ടിലുണ്ടായത് സമാനതകളില്ലാത്ത ദുരന്തം. ഒരു പ്രദേശം തന്നെ ഇല്ലാതായി. 480-ലധികം പേർ മരിച്ചു. നിലവിലെ നിയമത്തിന് ഈ ദുരന്തത്തിൽ ഒന്നും ചെയ്യാനില്ല. പുതിയ ബില്ലിനും ഇത്തരം ദുരന്തങ്ങളിൽ ഫലപ്രദമായി ഇടപെടാൻ സാധിക്കില്ലെന്ന് ശശി തരൂർ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ചർച്ച നടത്താൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി വിജയനും. കുമരകത്ത് രാത്രി 9-ന് കൂടിക്കാഴ്ച. MK സ്റ്റാലിൻ ഉച്ചയോടെ കുമരകത്തെത്തി. സമസ്തയ്ക്കുള്ളിലെ ലീഗ് അനുകൂല വിഭാഗവും വിരുദ്ധ വിഭാഗവും തമ്മിലുള്ള ഭിന്നതകൾ തുടരുന്നു. പരസ്പരം നടപടിയെടുക്കണമെന്ന നിലപാടിൽ ഉറച്ച് ഇരുപക്ഷവും. വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക മുഷാവറ യോഗം ചേരുമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്തയ്ക്കുള്ളിൽ ഭിന്നതയില്ല. പരാതികൾ ചർച്ച ചെയ്ത് പരിഹരിക്കും. മുനമ്പം വിഷയത്തിൽ രേഖകൾ പരിശോധിച്ച ശേഷം നിലപാട് പ്രഖ്യാപിക്കുമെന്നും ജിഫ്രി തങ്ങൾ. സമസ്ത മുഷാവറ യോഗം തുടങ്ങും മുൻപ് ലീഗ് ഹൌസിന് മുന്നിൽ പോസ്റ്റർ. മുനമ്പത്തെ ഭൂമി വഖഫല്ലെന്ന് പറയാൻ VD സതീശനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പുറത്താക്കണമെന്ന് ആവശ്യം. ലൈംഗികാതിക്രമ കേസിൽ ബാലചന്ദ്ര മേനോന് മുൻകൂർ ജാമ്യം. ജാമ്യം അനുവദിച്ചത് ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ. നേരത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നത് നവംബർ 21 വരെ. തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമം നടക്കുന്നുവെന്ന് ബാലചന്ദ്ര മേനോൻ. കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ തെറ്റായ വിവരമെന്ന് സംവിധായകൻ രഞ്ജിത്തിനെതിരെ പീഡന പരാതി നൽകിയയാൾ. കർണാടക പോലീസിനെ രഞ്ജിത്ത് സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്ന് ആരോപണം. വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും പരാതിക്കാരൻ. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം തുടങ്ങി. വാദം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ. 2017 ഫെബ്രുവരി 17-ന് നടന്ന സംഭവത്തിൽ 8-ാം പ്രതി കണ്ണൂർ തോട്ടട ITIയിൽ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ SFI KSU പ്രവർത്തകർക്ക് എതിരെ കേസെടുത്ത് പോലീസ്. സംഘർഷത്തിൽ പരിക്കേറ്റ KSU പ്രവർത്തകൻ മുഹമ്മദ് റിബിന്റെ പരാതിയിൽ 11 SFI പ്രവർത്തകർക്കെതിരെയാണ് കേസ്. പരിക്കേറ്റ SFI പ്രവർത്തകൻ ആഷിഖിന്റെ പരാതിയിൽ 6 KSU പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ 17 SFI KSU പ്രവർത്തകരുടെ പേരിലും കേസുണ്ട്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഴുവൻ രാഷ്ട്രീയ സംഘടനകളെയും ഉൾപ്പെടുത്തി പോലീസ് സർവകക്ഷി യോഗം ചേരും. KSU ജില്ലയിൽ ഇന്ന് പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്രത്യേക സെഗ്മെന്റിലേക്ക് പോകാം. ന്യൂസ് 18 പ്രേക്ഷകർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പ്രത്യേക ദിവസങ്ങൾ പങ്കുവെക്കാം. അതിലാദ്യം തിരുവനന്തപുരം കണിയാപുരം സ്വദേശികളായ മനോജ് നിത്യ ദമ്പതികളുടെ മകൻ നവീന്റെ ജന്മദിനമാണ് ഇന്ന്. നവീന്റെ 4ാം ജന്മദിനമാണ്. കൊച്ചുമിടുക്കന് എല്ലാ ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ നവീൻ. തിരുവനന്തപുരം ചെങ്കോട്ടുകോണം സ്വദേശികളായ മഹേഷ് ജീന ദമ്പതികളുടെ മകൾ കീർത്തനയുടെ 16ാം ജന്മദിനമാണ് ഇന്ന്. കീർത്തനയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ബർത്ത്ഡേ അടിപൊളിയാകട്ടെ. തിരുവനന്തപുരം മംഗലപുരം സ്വദേശി വിപിൻ ദാസ് നീതു ദമ്പതികളുടെ മകൾ നൈനികയുടെ 4ാം ജന്മദിനമാണ്. നൈനിക കുട്ടിക്ക് എല്ലാ ആശംസകളും. ദ്രോൺ പത്മശിവ കോഴിക്കോട് മുറിയനാൽ സ്വദേശിയായ ലിനീഷ് ഹൃദ്യ ദമ്പതികളുടെ മകനാണ്. ലിച്ചു എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ന്യൂസ് റീഡർ വാർത്താ അവതാരക ഭവ്യയുടെ ചേച്ചിയുടെ മകൻ കൂടിയാണ്. ദ്രോൺ നമ്മുടെ ന്യൂസ് ഡെസ്കിലും ഏറെ പരിചിതനാണ്. കാരണം ദ്രോൺ പത്മശിവ എന്ന് പേരിട്ടത് താനാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട് ഭവ്യ ന്യൂസ് ഡെസ്കിൽ. മിടുക്കൻകുട്ടന് എല്ലാ ആശംസകളും നേരുന്നു. നല്ല സ്റ്റൈലൻസ് പടമാണ്. നല്ല ഒരു ബർത്ത്ഡേ ഈ വർഷവും നല്ല ദിനങ്ങളാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ദ്രോൺ. തിരുവനന്തപുരം കണ്ണമൂല സ്വദേശികളായ വിപിൻ കുമാർ സോണിയ ദമ്പതികളുടെ മകൻ വൈഭവ് VS പിറന്നാളാണ് നാളെ.
നാളെ 2 വയസ്സാവുകയാണ് കുഞ്ഞിന്. വൈഭവിന് എല്ലാ ആശംസകളും. മാവേലിക്കരയിലെ പ്രിയങ്ക അരുൺ ദമ്പതിമാരുടെ മകൻ അർണവിന്റെ 8ാം പിറന്നാളാണ്. എല്ലാ ആശംസകളും അർണവിന്. ഹാപ്പി ബർത്ത്ഡേ. തിരുവനന്തപുരം സ്റ്റേഷൻ കടവ് സ്വദേശികളായ കാസിം പിള്ളയുടെയും നസീബ ബീവിയുടെയും 51ാം വിവാഹ വാർഷികമാണ് ഇന്ന്. ദീർഘായുസ് ആശംസിക്കുന്നു. എല്ലാ വാർഷിക ആശംസകളും.